അങ്ങനെ നമ്മുടെ മുഹമ്മദ് മോൻ ലഞ്ച് ബോക്സും ഇൻസൈഡൊക്കെ പാക്ക് ചെയ്യുവാണ്. ധൃതി പിടിച്ചൊരു ദിവസമായിരുന്നു. ഓഗസ്റ്റ് 14-ാം തീയതി മോന് അന്നായിരുന്നു സ്കൂളിൽ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പം മോന് കൊടുക്കേണ്ടതും മോളുടേതും എല്ലാം പാക്ക് ചെയ്ത് അവരെ വിട്ടിട്ട് വേണം എനിക്ക് അവരുടെ പുറകിൽ തിരിച്ച് സ്കൂളിൽ പോകണം. അങ്ങനെ ധൃതി പിടിച്ച് എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിലെത്തി. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരെയും ടീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് അതിൽ നിർത്താൻ നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരാളെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങോട്ടും. ടീച്ചേഴ്സിനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. എന്നാൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞുമക്കളെല്ലാവരും ഒരുപോലെ ഇങ്ങനെയായിരുന്നു അത്. അതിനുശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഡാൻസ് നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. എല്ലാവരും നല്ല വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ട് എല്ലാവരും സെയിമായിട്ട് അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ. മുഹമ്മദ് മോൻ സ്പീച്ചിന് മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും വളരെ ഇഷ്ടമായി എല്ലാവർക്കും അത്. എൻ്റെ മ്യൂസിക് നമുക്ക് കിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റിൽ അത് കിട്ടിയേനെ. അതിനുശേഷം മുഹമ്മദ് മോൻ്റെ സ്പീച്ച് പറയാൻ കയറിയിരിക്കുകയാണ്. സ്പീച്ച് ഫുള്ളായിട്ട് വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ കുഞ്ഞുമക്കളെയൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ഓരോ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ വേഷത്തിൽ അണിയിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുമക്കളെല്ലാം തന്നെ അവരിലാകുന്ന വിധത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പഠിപ്പിച്ചെടുത്ത ടീച്ചേഴ്സിന് സമ്മതിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് പരിപാടി കഴിഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം ഇൻസാമൊക്കെയുള്ള കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഷോപ്പിലൊക്കെ കയറിയതാണ്. അവൾക്ക് എത്ര വാങ്ങിച്ചാലും പിന്നെ സാധനങ്ങളൊന്നും കാണില്ല. 2 പ്രാവശ്യം ഇടും, 3ാമത്തെ പ്രാവശ്യം ഒന്നുമില്ല. അംഗനവാടി പോകുമ്പോൾ കളയും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോകുന്ന വഴി. പിന്നെ അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഒരുവിധം അന്നത്തെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എക്സാമുള്ള നമ്മൾ അംഗനവാടി കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കുകയാണേ. ആളെ ധൃതി പിടിച്ച് നമ്മൾ ഒരുക്കുന്നത്. കാരണം പുതിയ സാധനങ്ങൾ കണ്ടപ്പോഴേക്കും എല്ലാം അവൾക്ക് വേണം. അത് കളിക്കാൻ വേണം, ഇത് കളിക്കാൻ വേണം. അങ്ങനെ ഒന്നും ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുന്നില്ല. ഇൻഡിപെൻഡൻസ് ഡേ എന്ത് ഡേയാ? അത് കൈയിടുന്ന ബാൻഡ്. പിന്നെ തന്നാലേ എല്ലാം കൂടെ പോകും. നീ അവിടെ അടങ്ങിയിരുന്നേ. ഇല്ല ഇപ്പൊ തരത്തില്ല. ഇല്ല. അങ്ങനെ ഹെൻസാമോടെ മുടിയൊക്കെ ചീകി അതിനകത്ത് ഹെഡ് ബോയും ഇതൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കളിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. കൊള്ളാവാ? സൂപ്പറാണാ? ഇഷ്ടപ്പെട്ടാ? ഫ്രോക്ക് ഇട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി. ആൾ കറങ്ങിയൊക്കെ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ അംഗനവാടി പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി. ടീച്ചർ 9 മണിക്ക് മുമ്പ് തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അംഗനവാടി എത്തി. കൊടിയൊക്കെ കയറ്റി ടീച്ചറും കുട്ടികളും പാരൻസും ഒക്കെയായി. അപ്പോൾ ഇവിടെ മിഠായിയൊക്കെ കൊടുത്തായിരുന്നേ. അപ്പോൾ ഒരു കുഞ്ഞ് മിഠായിക്ക് വേണ്ടി വീണ്ടും ബഹളം വയ്ക്കുക. അതാണ് അവരൊക്കെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ഫ്ലാഗ് ഹോസ്റ്റിൻ്റെ താഴത്ത് പൂക്കൾ ടീച്ചർ ഇടിക്കുകയാണ്. എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെയൊക്കെ പിള്ളേർ ഒരുവിധമൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും നിരത്തി ഓരോ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക് പോവാം.